ദില്ലി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഗുരുതര പ്രതിസന്ധി. ATC തകരാറിലായി, വിമാനങ്ങൾ വൈകിയാണ്. ഹാക്കിംഗ് സാധ്യതകളടക്കം പരിശോധിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി. നോബിൾ, എപ്പോൾ മുതലാണ് പ്രതിസന്ധി? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, ഇന്നലെ വൈകുന്നേരം മുതലാണ് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ATCയിൽ വലിയ തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിന് പിന്നാലെ വലിയ പ്രതിസന്ധി എയർപോർട്ട് അനുഭവിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഈ ടെക്നിക്കൽ പ്രശ്നം എന്ന് പറയുന്നത്, അതായത് ഓട്ടോമാറ്റിക് മെസ്സേജിംഗ് സ്വിച്ചിംഗ് സിസ്റ്റം എന്ന AMSS എന്ന സിസ്റ്റം കംപ്ലൈന്റ് ആണ്. ഇതാണ് വിമാനം വരുന്നതും പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്ലാൻ ചെയ്യുന്ന ഒരു സംവിധാനം. ഇത് തകരാറിലായതോടെ വിമാനങ്ങളുടെ വരവും പോക്കും ലാൻഡിങ്ങും അതോടൊപ്പം പറന്നുയരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനുവലായി ചെയ്യേണ്ട സാഹചര്യമാണ് ഉള്ളത്. ഇതാണ് കാലതാമസം ഉണ്ടാക്കുന്നത്. അതായത് ഒരു വിമാനം വരുന്നത് മുതൽ പറന്നിറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ എല്ലാം മാനുവലി ഉദ്യോഗസ്ഥർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ദിവസം 1500 വിമാനങ്ങൾ സർവീസ് നടത്തുന്ന വിമാനത്താവളമാണ് ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളം. സ്വാഭാവികമായും ഇത് വലിയ പ്രതിസന്ധി വിമാനത്താവളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. പല വിമാനങ്ങളും മണിക്കൂറുകൾ വൈകുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. എന്നാണെങ്കിലും വലിയ സാഹചര്യമാണ് ഉള്ളത്. അത് മാത്രമല്ല, ഹാക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങളാണോ, അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണോ ഇപ്പോൾ ഉണ്ടായിരുന്ന ഈ സാങ്കേതിക തകരാറിന് കാരണം എന്നടക്കമുള്ള കാര്യങ്ങളും വിവിധ സംവിധാനങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിനോടൊപ്പം തന്നെ എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, അതോടൊപ്പം തന്നെ ഇൻഡിഗോ അടക്കമുള്ള വിമാന കമ്പനികളെല്ലാം യാത്രക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട അഡ്വൈസറുകൾ പുറത്തേക്ക് ഇറക്കി. യാത്ര തുടങ്ങുന്നതിന് മുൻപ് തന്നെ വിമാന കമ്പനികളുമായി ബന്ധപ്പെടണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതാണെങ്കിലും വലിയ കാലതാമസം വിമാന സർവീസിൽ ഉണ്ടാകുന്നുണ്ട്. അത് വലിയ തരത്തിൽ പ്രതിസന്ധി ഉത്തരേന്ത്യൻ സംസ്ഥാനം, പ്രത്യേകിച്ച് ദില്ലിയിൽ ഇത് തകരാറിലായതോടെ മറ്റ് ജയ്പൂർ അടക്കമുള്ള വിമാനത്താവളങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. വിമാനങ്ങളുടെ യാത്ര വൈകുന്നതായ സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണ് വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം വിമാനത്താവളവുമായി ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കുന്നത്. ഇന്നലെ മുതലാണ് ഈ സാങ്കേതിക തകരാർ ATCയിൽ കണ്ടു തുടങ്ങിയത്. ശരി, നോബിൾ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്.